അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ധാരാളം സൂറത്തുകളുണ്ട്. 114 അധ്യായങ്ങളുണ്ട്. ഈ സൂറത്തുകളൊക്കെയും ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ കാവലാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നിന്ന് നമുക്ക് അള്ളാഹു വമ്പൻ മാരക അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ കാരണമാകുന്ന 10 സൂറത്തുകൾ നമുക്ക് പഠിച്ചാലോ? ഈ 10 സൂറത്തുകളിലും ഓരോ സൂറത്തുകളും ഓരോ അപകടങ്ങളാണ് അള്ളാഹു മാറ്റിത്തരുന്നത്. ഇതിൽ ദുനിയാവിലെ അപകടങ്ങളുണ്ട്, ആഖിറത്തിൻ്റെ അപകടങ്ങളുണ്ട്. ഇങ്ങനെ അടങ്ങുന്ന 10 വമ്പൻ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന സൂറത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ 10 മിനിറ്റ് ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയിട്ടുള്ളതാവട്ടെ. പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനുള്ള സൂറത്ത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ കാപട്യത്തിൽ നിന്ന് രക്ഷ നേടാൻ, സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കാനുള്ള സൂറത്ത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനുള്ള സൂറത്ത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹ്ശറ വൻസഭയിൽ ദാഹമില്ലാതെ നിൽക്കാൻ, ആ ഒരു സമയത്ത് ദാഹമില്ലാത്ത അവസ്ഥ ലഭിക്കാനുള്ള ഒരു അത്ഭുത സൂറത്ത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനുള്ള അത്ഭുത സൂറത്ത് പറയുന്നുണ്ട്. അതുപോലെ ശത്രുക്കളിൽ നിന്ന് കാവൽ, അതുപോലെ കണ്ണേറിൽ നിന്ന്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോ അപകടങ്ങളും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 10 സൂറത്തുകളാണ് പറയുന്നത്. ഈ 10 സൂറത്തുകളും നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ വളരെ വലിയ നേട്ടമാണ്. ഒരപകടങ്ങളും പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് അയച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, വീഡിയോ അവസാനം വരെ കാണുക. ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളൊരു 10 സൂറത്ത് പഠിക്കുകയാണ്. വേറൊന്നും പറയുന്നില്ല. ആ 10 സൂറത്ത് പറയുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനുകളിൽ വസിയത്തുകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ദുആ ചെയ്യണമെന്ന് അറിയിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, എഴുതി അറിയിക്കുക. ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ദുആ ചെയ്യുന്നതായിരിക്കും. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആ 10 സൂറത്ത് ഏതാണെന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ സൂറത്ത്, പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയുന്ന ഒരു സൂറത്താണ്. ഏതെന്നറിയോ? നമ്മളൊക്കെ ആദ്യം പഠിച്ചിരുന്ന ഒരു സൂറത്താണ്. നമ്മളൊക്കെ കുഞ്ഞുനാളുകളിൽ ആദ്യം പഠിച്ച സൂറത്ത് ഏതാ? സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്തുൽ ഫാത്തിഹ ദിവസവും ജീവിതത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ് ഈ 10 സൂറത്തിൽ ഒന്നാമത്. ഈ ഫാത്തിഹ സൂറത്ത് പതിവാക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കോപത്തിൽ നിന്നുള്ള കാവൽ നമുക്ക് നൽകുന്നതാണ്. എങ്ങനെ? കോപം. അള്ളാഹുവിൻ്റെ കോപം കിട്ടിയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെടുമോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലും ഇല്ല. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത്. അതുപോലെ തന്നെ തഹജ്ജുദിൻ്റെ സമയത്ത് 41 പ്രാവശ്യം ഈ സൂറത്തുൽ ഫാത്തിഹ ഇടയ്ക്കൊന്നും സംസാരിക്കാതെ നിരന്തരമായി കൃത്യമായ രൂപത്തിൽ ഓതി ഇരുന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എത്ര വലിയ പ്രയാസമാണെങ്കിലും എന്ത് ചെയ്തു തരുമെന്നറിയോ? ആ പ്രയാസങ്ങൾ മഞ്ഞൊരുകുന്നത് പോലെ അള്ളാഹു ഒരുക്കിത്തരും, ഇല്ലാതാക്കി തരും. പ്രയാസങ്ങൾ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുതരും. ഇൻഷാ അല്ലാഹ് ചെയ്തു നോക്ക്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസർ, ഈ സൂറത്തുൽ കൗസർ നമുക്കറിയാം, ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്ന് പറയുന്ന ചെറിയ 3 ആയത്തുകളുള്ള സൂറത്താണ് സൂറത്തുൽ കൗസർ. ഈ സൂറത്തുൽ കൗസർ ഓതിക്കഴിഞ്ഞാൽ പതിവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന വലിയ നേട്ടമാണ് ശത്രുക്കളിൽ നിന്നുള്ള കാവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരേറ്റവും വലിയ നേട്ടം എന്താണെന്നറിയോ? ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് നമ്മുടെ മുത്തുനബി എന്ത് ചെയ്യാൻ പറ്റും? സ്വപ്നത്തിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ സ്വപ്നം കാണാം മുത്തുനബിയെ ഈ സൂറത്തു കൗസർ ജീവിതത്തിൽ പതിവാക്കുന്നവർക്ക്.
മൂന്നാമത്തെ സൂറത്ത് സൂറത്തു ദുഖാനാണ്. കേട്ടിട്ടുണ്ടാവുമല്ലോ സൂറത്തു ദുഖാൻ. ഈ സൂറത്തു ദുഖാൻ നിരന്തരമായി പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കുമെന്നുള്ളതാണ്. പൈശാചിക ഉപദ്രവങ്ങൾ ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കി കളയുന്ന തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാറുണ്ട് പലർക്കും. വിശുദ്ധ ഖുർആനിലെ 44-ാമത്തെ സൂറത്താണ്. അതുപോലെ തന്നെ 59 ആയത്തുകളാണ് ഉള്ളത്. ഈ സൂറത്ത് പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു കാവൽ നൽകും. അതുകൊണ്ട് മുറുകെ പിടിച്ചോളയും പ്രിയപ്പെട്ടവരെ. മൂന്നാമത്തെ സൂറത്ത് സൂറത്ത് ദുഖാനാണ്. രാത്രി പാരായണം ചെയ്താൽ 70,000 മലക്കുകൾ, എത്ര മലക്കുകൾ? 70,000 മലക്കുകൾ ആ ഓതിയവന് വേണ്ടി പൊറുക്കലിനെ തേടുന്നതാണ്. അതാണ് സൂറത്ത് ദുഖാനിന്റെ പവർ. പൊറുക്കലിനെ ചോദിക്കുന്നു പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ മറ്റൊരു നേട്ടം എന്താണെന്നറിയോ? സ്വർഗത്തിലെ വീട് ലഭിക്കും എന്നുള്ളതാണ്. വീട്, ദുനിയാവിൽ നമുക്ക് വീടുണ്ട്. വീടില്ലാത്തവർക്ക് അള്ളാഹു വീട് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്തിലെ വീട് ലഭിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വർഗം നൽകുന്നു തന്നെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അതാണ് മൂന്നാമത്തെ സൂറത്ത്. നാലാമത്തെ സൂറത്ത് നമുക്കൊക്കെ അറിയുന്ന സൂറത്തായിരിക്കും, സൂറത്ത് യാസീൻ. യാസീൻ സൂറത്ത് അറിയുമല്ലോ പ്രിയപ്പെട്ടവരെ. സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത സൂറത്താണ്. എല്ലാ ദിവസവും മുടങ്ങാൻ പാടില്ല. ഈ സൂറത്ത് യാസീൻ എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഓതിക്കഴിഞ്ഞാൽ ഓതുന്നവരെ സംബന്ധിച്ച് മഹ്ശറയിലെ ദാഹം ഉണ്ടാവില്ല. സൂര്യൻ ഒരു ചാണകല വന്ന് നിൽക്കുന്ന മഹ്ശറയുടെ വേദനാജനകമായ ഘട്ടമാണ്. ചെമ്പിന്റെ തറയിൽ ചെരുപ്പിടാതെ നിന്ന് വിയർക്കുന്ന, വിയർപ്പിൽ മുങ്ങിപ്പോകുന്ന ഒരു സമയത്ത് ദാഹമില്ലാത്ത ഒരു വിഭാഗമാക്കി മാറ്റാൻ സൂറത്ത് യാസീൻ പതിവാക്കുന്നവർക്ക് അള്ളാഹു ഭാഗ്യം നൽകുന്നതാണ്. അതുപോലെ ഇതൊന്ന് ആത്മാർത്ഥമായി യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ 10 ഖത്മോദി പ്രതിഫലം ലഭിക്കുന്നതാണ്. അതുപോലെ ആവശ്യങ്ങൾ സ്വീകരിക്കും. ഈ യാസീൻ എന്തെങ്കിലും ഒരു നിയത്തിൽ ഓതിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ആവശ്യം സഫലമാകാനുള്ള നിയത്തിൽ ഓതിക്കഴിഞ്ഞാൽ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു തരുമെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ സൂറത്ത് യാസീൻ ഒരിക്കലും ഒഴിവാക്കല്ലേ. അഞ്ചാമത്തെ സൂറത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ കാഫിറൂനാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കാഫിറൂൻ. പ്രിയപ്പെട്ടവരെ, കാഫിറൂൻ സൂറത്ത് പതിവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈമാനോടെ കൂടിയേ അവൻ മരിക്കുകയുള്ളൂ. ഈമാനോട് കൂടി മാത്രമാണ് അവൻ മരിക്കുകയുള്ളൂ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യുന്നവൻ. അതുപോലെ 21 വട്ടം രാവിലെയും വൈകിട്ടും സൂറത്തുൽ കാഫിറൂൻ ഓതിയിട്ട് അള്ളാഹുവിനോട് നിന്റെ ഹലാലായ മുറാദുകൾ പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഹാസിലാക്കി തരുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആറാമത്തെ സൂറത്ത് സൂറത്തുൽ മുൽക്ക്. ഏതാണ്? സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് ജീവിതത്തിൽ പതിവാക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ കൂലി എന്താണെന്നറിയോ? ഖബറിലെ ശിക്ഷ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിലെ ശിക്ഷകളിൽ നിന്ന് അള്ളാഹു കാവൽ നൽകട്ടെ. ഖബർ നമുക്കറിയാം വളരെ ഭയാനകരവും ഭീതിപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്നതുമായ ഒരു ജീവിതമാണ് ഖബർ ജീവിതം എന്ന് പറയുന്നത്. ഈ ഖബർ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകണമെന്നുണ്ടെങ്കിൽ ഈ പുണ്യമാക്കപ്പെട്ട സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ മതി. ഏഴാമത്തെ സൂറത്ത് സൂറത്തുൽ വാഖിഅ. ദാരിദ്ര്യത്തിൽ നിന്ന് കാവലാണ്. സാമ്പത്തിക ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം കൊണ്ടുവരുന്ന സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ദാരിദ്ര്യം അള്ളാഹു കാക്കട്ടെ. പലരും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ് പ്രിയപ്പെട്ടവരെ. ഒരു കാരണവശാലും സൂറത്തുൽ വാഖിഅയെ പതിവാക്കുന്ന മനുഷ്യനിക്ക് അള്ളാഹു ദാരിദ്ര്യം കൊടുക്കൂല. ഇപ്പൊ സൂറത്തുൽ വാഖിഅ ഏഴാമത്തെ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുള്ളൂ. എട്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസ്. കാപഢ്യത്തിൽ നിന്ന് രക്ഷ. മുനാഫിക്കാവൂല, പിന്നെ നിഫാഖ് അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവൂല. സൂറത്തുൽ ഇഖ്ലാസ് എത്രത്തോളം പാരായണം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പാരായണം ചെയ്യുക. ഖുൽ ഹുവല്ലാഹു അഹദ്. ചില ആളുകൾ കുൽഫു അല്ലാഹ് എന്നൊക്കെ ഓതാറുണ്ട്. അതൊക്കെ വളരെ വലിയ തെറ്റാണ് പ്രിയപ്പെട്ടവരെ. അത് കളിയാക്കലാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തന്നെ ഓതണം. അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്നതാണ് ഈ സൂറത്തുൽ ഇഖ്ലാസിനെ നിരന്തരമായി പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകുന്ന വലിയ നേട്ടം. സാമ്പത്തിക അഭിവൃദ്ധി, അതുപോലെ കാപഢ്യത്തിൽ നിന്ന് രക്ഷ. നിഫാഖ്, മുനാഫിക്കാക്കൂല അള്ളാഹു. അതാണ് എട്ടാമത്തെ സൂറത്ത് എന്ന് പറയുന്നത്, സൂറത്തുൽ ഇഖ്ലാസ്. ഒമ്പതാമത്തെ സൂറത്ത് സൂറത്തുൽ ഫലഖാണ് പ്രിയപ്പെട്ടവരെ. കണ്ണേറ്, സിഹർ, നാവേറ്, അങ്ങനെയുള്ള ഷറുകൾ, അസൂയാലുക്കളുടെ അസൂയ, ഇതൊന്നും നമ്മിലേക്ക് വന്ന് ഭവിക്കൂല. സൂറത്തുൽ ഫലഖിനെ നിരന്തരമായി ഓതുന്ന മനുഷ്യനിക്ക് വലിയ കൂലിയാണ്. അതുപോലെ 10ാമത്തെ സൂറത്താണ് സൂറത്തുൻ നാസ്. സൂറത്തുൻ നാസ് പ്രിയപ്പെട്ടവരെ, വസ്വാസിൽ നിന്നുള്ള സംരക്ഷണം. വസ്വാസ് നമ്മുടെ അമലുകളെയൊക്കെ പൊളിച്ചു കളയാനുള്ള കാരണമാക്കി കളയും വസ്വാസ് എന്ന് പറഞ്ഞാൽ.
മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, അതിനകത്തുണ്ട് ശൈത്താൻ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള വുളു ചെയ്തോ ചെയ്തില്ലേ, വുളു മുറിഞ്ഞോ മുറിഞ്ഞില്ലേ, നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം ഞാൻ കൈകെട്ടിയത് ശരിയായോ ശരിയായില്ലേ, ഫാത്തിഹ ഓതിയോ ഓതിയില്ലേ, ഓതിയപ്പോൾ അതിനകത്ത് അക്ഷരങ്ങൾ മാറിപ്പോയോ ഇല്ലേ, തജ്വീദ് ശരിയായോ ഇല്ലേ, തജ്വീദ് ശരിയായില്ലെങ്കിൽ പിന്നെ എൻ്റെ നമസ്കാരം ശരിയായില്ലല്ലോ, അങ്ങനെയുള്ള വിഷയങ്ങൾ, വിഷമങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും എന്താണ് ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വസ്വാസിൽ നിന്ന്, അങ്ങനെയുള്ള വസ്വാസുകളിൽ നിന്ന് അള്ളാഹു തആല സംരക്ഷണം നൽകുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരാളുടെ മനസ്സ് നേരെയാക്കാൻ, നമ്മിലേക്ക് അടുപ്പിക്കാൻ, അതായത് ഹറാമിന് വേണ്ടിയിട്ടുള്ള കാര്യമല്ല കേട്ടോ, ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് ആവശ്യമായ രൂപത്തിൽ, ഈ രൂപങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, മറ്റൊരാളിൻ്റെ മനസ്സ് നമ്മിലേക്ക് അടുപ്പിക്കണം, നമ്മളോട് ഇംപ്രഷൻ തോന്നണം. ആ രൂപത്തിലുള്ള കാര്യങ്ങൾ സൂറത്തു നാസ് ഓതിയിട്ട് ചെന്നാൽ മതി. ജനങ്ങളുടെ ഹൃദയം കവരാൻ നമ്മളെ കൊണ്ട് കഴിയും. അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടും. നല്ല രൂപത്തിലുള്ള ഇഷ്ടമാണ് ഇവിടെ പറയുന്നത്. അവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചൊരു മതിപ്പ് ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 10 സൂറത്തുകളാണ് നമ്മൾ പഠിച്ചത്. വീഡിയോ കുറച്ച് ലെങ്ത് കൂടിപ്പോയെന്ന് മനസ്സിലായി. 10 സൂറത്തുകൾ പറഞ്ഞതിൻ്റെ ഇടയിലാണ്, ഞാൻ ഇടയിൽ വേറെ ഒന്നും സംസാരിച്ചിട്ടില്ല. അതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എല്ലാ തരത്തിലും ഖൈറും ബറക്കത്തും നിഅമത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 10 സൂറത്തും ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്കൊക്കെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.